എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീടിനോട് ചേർന്ന് 13 കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന ഒരു ചന്തയിലേക്കാണ് എൻ്റെ യാത്ര. തൃശ്ശൂർ ജില്ലയിലെ അതിർത്തി പ്രദേശമായ പെരുമ്പിലാവ് കുന്നംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. പുലർച്ചെ സൈക്കിൾ എടുത്തിട്ടാണ് എൻ്റെ യാത്ര. ഞാൻ ഏകദേശം ഒരു 3:30 ആകുമ്പോൾ എണീറ്റ് ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ച് സൈക്കിളും ചവിട്ടി ഇറങ്ങിയതാണ് ഇങ്ങോട്ട്. ഞാൻ വരുമ്പോൾ പോത്ത് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ഗ്രാമം വർഷങ്ങൾക്ക് മുമ്പ് കാലിച്ചന്തയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. 1990-കൾ വരെ കാലിച്ചന്ത പെരുമ്പിലാവാണ് ഉണ്ടായിരുന്നത്. പിന്നീടത് അടുത്ത പ്രദേശമായ ഒറ്റപ്പിലാവിലേക്ക് മാറ്റി സ്ഥിതി ചെയ്തു. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളുടെ സംഗമ സ്ഥലമാണ് ചന്ത സ്ഥിതി ചെയ്യുന്നത്. മാംസത്തിനും പാലിനും ഉൾപ്പെടെ വേണ്ടിയാണ് ചന്തയിലേക്ക് ആളുകൾ വരാറുള്ളത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ സ്ഥലത്ത് നിന്നാണ് കൂടുതലായി ഇവിടെ കന്നുകാലികൾ എത്തിച്ചേരുന്നത്. പ്രധാനമായും ഇവിടെയുള്ള പോത്തുകൾ മുറ ഇനത്തിൽപ്പെട്ടതാണ്. ഇവിടെ വലിയ പോത്തുകളും കാളകളും അതുപോലെ തന്നെ പശുക്കളും ഉണ്ട് കേട്ടോ. ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ചന്ത നടക്കാറുള്ളത്. 5:30-6 മണിയോടെ ചന്തയിലേക്ക് ആവശ്യമുള്ള പോത്തുകൾ വണ്ടിയിൽ എത്തിച്ചേരുമായിരുന്നു. ഇവിടെ ഓൾറെഡി കുറച്ച് പോത്തുകൾ എപ്പോഴും ഉണ്ടാവലുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചു പോകുന്ന പോത്തുകളാണ് കണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയെടുക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഏജൻറ് പോലത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടാവലുണ്ട്. അവർക്ക് എന്തെങ്കിലും കമ്മീഷനും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലത് അത്യാവശ്യം വില പേശിയിട്ട് നമുക്ക് വാങ്ങിച്ചു തരും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാരുണ്ടാവും. അതായത് നമുക്ക് വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ കച്ചവടക്കാരനെയും അതായത് വാങ്ങാൻ വന്ന ആളിനെയും മുട്ടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാവും. ആൾക്ക് എന്തെങ്കിലും ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആൾ നമുക്ക് അത്യാവശ്യം വില കുറച്ചിട്ട് നല്ലൊരു സാധനത്തിന് എടുത്തു തരും. പിന്നെ ചന്ത തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ ഇവർ നല്ലോണം കഴുകി അതുപോലെ തന്നെ എണ്ണയൊക്കെ ഇട്ട് നല്ല കയറൊക്കെ ഇട്ട് നല്ല വൃത്തിയിലാണ് ഇവർ ചന്തയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. നല്ല രസം അത് കാണാൻ തന്നെ. പിന്നെ ആയിരക്കണക്കിന് പോത്തും കുട്ടികളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പോത്തും കുട്ടികൾ. അതൊക്കെ 5 6 ഓരോരുത്തർ കൊണ്ടുപോകണത്. അവർ പറഞ്ഞത് മീഡിയം വാങ്ങണതാണ് നല്ലത്. അതായത് 50 ചെറുത് വാങ്ങണേക്കാളും നല്ലത് നമുക്ക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാലം തീറ്റയും കാര്യങ്ങളും കൊടുത്ത് അത്യാവശ്യം സൈസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ച് വെക്കുമ്പോൾ അത്യാവശ്യം ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ ഭീമൻ പോലത്തെ കാളകളാണ് ഉള്ളത്. ഇത് അടിയിൽ നമ്മൾ മേലേക്ക് കയറി ചേരും. 3-4 തട്ട് പോലെ ഉണ്ട്. ആ മേലേക്ക് ഇങ്ങനെ പോകും തോറും കാള സെക്ഷൻ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തിൻ്റെ വരും. ഏറ്റവും അടിയിലാണ് പശുവിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ വരുന്നത്. ഭയങ്കര കൂടുതലായിട്ട് അത്യാവശ്യം പോത്തും കാളയും നമുക്ക് എന്തായാലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നേരം കുറച്ചും കൂടി ആയതും തോറും ഭയങ്കര തിരക്കാവും ഇവിടെ. അതായത് നമുക്ക് ഇങ്ങനെ നടന്ന് നീങ്ങാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവില്ല, അത്രയും തിരക്കാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചായക്കട ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു ചായക്കട ഇവിടെയുണ്ട്. കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ചായക്കടയുണ്ട്. അതുപോലെ തന്നെ അടിയിലുണ്ട് ചായക്കട. ഈ കച്ചവടക്കാർ കൂടുതലും ഇവിടെ നിന്ന് തന്നെയാണ് ചായ കുടിക്കുന്നത്. അതുപോലെ തന്നെ പോത്തിൻ്റെ ഒക്കെ അടിയിൽ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാരണം അവർ ഇത്രയും ലോങ് ആയിട്ട് ഓടി വന്നിട്ട്
ക്ഷീണത്തിൻ്റെ ഒരു ഇതിൽ, അതായത് പോത്തിനെ ശ്രദ്ധിക്കുകയും വേണം. വലിയ വലിയ നല്ല സൈസുള്ള പോത്തുകളുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം സൈസുള്ള പോത്തുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇവിടെ മഴയില്ലാത്ത കാരണം ഭാഗ്യമാണ്, അല്ലെങ്കിൽ ആകെ ചാണകവും ചെളിയും ഒക്കെ കൂടിയിട്ട് ആകെ വൃത്തികേടാണ്. ഞാൻ പോയ ദിവസം മഴ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കാരണം അത്യാവശ്യം സുഖമായിട്ട് വീഡിയോ എടുക്കാനും പറ്റി. ഈ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് നല്ല രസമാട്ടോ, കാരണം കാല്, അതായത് ഫുള്ള് പോത്തും മൂരി ഇങ്ങനെ കടൽ പോലെ ഇങ്ങനെ എടുക്കണത് കറക്റ്റ് കാണാം നമുക്ക്. അതായത് നിങ്ങൾക്ക് ഏത് സൈസ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള സാധനം എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഉള്ളത് നോക്കി വാങ്ങാൻ അറിയണം. കുറച്ച് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നോക്കി വാങ്ങാനും കാര്യങ്ങൾക്കൊക്കെ അറിയാം. അതെല്ലാം ആദ്യമായിട്ടൊക്കെ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ ഒരാളുണ്ടാവും. അപ്പോൾ അവർ നല്ലപോലെ നോക്കിയിട്ട് ഏകദേശം നമുക്ക് വേണ്ടുന്ന ബഡ്ജറ്റിൽ എന്തെങ്കിലും റേറ്റൊക്കെ അങ്ങനെ കുറച്ചിട്ട് നമുക്ക് മുട്ടിച്ച് തരും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കേണ്ടി വരും. കൂടുതലും ഈ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നത് കുറച്ച് ഏജുള്ള ആൾക്കാരാണ്. അവരിതിൽ കുറേ കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലമൊക്കെ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ചില വീടുകളിൽ നിന്നുണ്ട് പോത്തുകൾ കൊണ്ടിട്ടുണ്ട്, 1 പോത്ത് 2 പോത്തൊക്കെ ആയിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വിൽക്കാൻ. ഇവിടെ മൂരികളുടെ സൈസ് ഭയങ്കര വലുതാട്ടാ, കോളൊക്കെ എന്ത് ഹൈറ്റാ. അതുപോലെ തന്നെ നല്ല ഹൈറ്റുള്ള പോത്തുണ്ട്, ഹൈറ്റും വെയിറ്റും ഉള്ളതുണ്ട്. ചിലതിന് ഹൈറ്റാവും കൂടുതൽ, ചിലത് ഉയരം കുറവാകും പക്ഷെ സൈസ് ഉണ്ടാവും. പിന്നെ ഇവർ കൊമ്പ്, വാല്, അത് പിന്നെ അതിൻ്റെ ഇറച്ചി ഇങ്ങനെ പിടിച്ച് നോക്കും. പിന്നെ ചിലവർക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയാം അത് സൈസ് ആവോ ഇല്ലേ. അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. ചിലർ ഒറ്റ നോട്ടത്തിൽ പറയും ഇത് കുറേ കാലം നിൽക്കില്ല, ഇത് ചത്തുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ചാവും. കാരണം ഇവർക്ക് ഇങ്ങനെ ഇതിനോട് ഇടപഴകി ഈ ഫീൽഡിൽ തന്നെ നിന്നുള്ള എക്സ്പീരിയൻസുള്ള കുറേ പേരുണ്ട്. അവരൊക്കെ ഒറ്റ നോട്ടത്തിൽ പറയും. പിന്നെ എന്തൊക്കെ കൊടുത്താലാണ് എന്തൊക്കെ ഫുഡ് കൊടുത്താലാണ് സൈസ് ആവുക അതൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.